ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 മത്സരങ്ങൾ കളിച്ചിട്ട് ഒരൊറ്റ വിജയം പോലും നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ മത്സരങ്ങളിലും പരാജയപ്പെട്ടു. ഒരൊറ്റ പോയിന്റ് പോലും നേടാൻ കഴിയാത്ത 2 ടീമുകൾ മാത്രമാണ് ഇപ്പോൾ ISLൽ ഉള്ളത്. അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഏതായാലും എന്തൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പരിതാപകരമായ അവസ്ഥക്കുള്ള കാരണങ്ങൾ? അത്തരത്തിലുള്ള ഒരു വിശകലനം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ചെയ്യാറുള്ള വിനായക് തൻ്റെ എക്സിലാണ് ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് പങ്കുവച്ചിട്ടുള്ളത്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു അവസ്ഥക്കുള്ള 8 കാരണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ വിശകലനം ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ബ്ലാസ്റ്റേഴ്സിന്റെ കൺവേർഷൻ റേറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. 4 മത്സരങ്ങളിൽ നിന്നായി 17 ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് എടുത്തത്. അതിൽ നിന്ന് കേവലം 1 ഗോൾ മാത്രമാണ് ക്ലബിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് കൺവേർഷൻ റേറ്റ് കേവലം 5.8% മാത്രമാണ്. മറ്റുള്ള ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഫിനിഷിംഗ് വളരെ മോശമാണ്. ഇനി രണ്ടാമത്തെ കാരണം, അറ്റാക്കിംഗ് വളരെ മോശം. വേണ്ടത്ര അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ശരാശരി ഒരു മത്സരത്തിൽ 1.75 ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്നത്. ഇത് വളരെ കുറവാണ്. വിജയിക്കുന്ന ഓരോ ടീമുകളും സാധാരണ ഓരോ മത്സരത്തിലും 4 മുതൽ 6 ഷോട്ടുകൾ വരെ എടുക്കാറുണ്ട്. ഫൈനൽ തേർഡിൽ വേണ്ടത്ര നല്ല അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ സാധിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാരണം, അത് പിറകിൽ മാത്രം ഒതുങ്ങുന്ന പാസുകളാണ്. അതായത് ഡാനിഷ്, വിപിൻ, മറ്റിയാസ് തുടങ്ങിയ താരങ്ങൾ ഉയർന്ന പാസിംഗ് അക്യുറസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ അവരുടെ പാസുകൾ ഭൂരിഭാഗവും മധ്യനിരയിലും പ്രതിരോധ നിരയിലുമാണ്. പന്ത് കൈവശം വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അത് ഡേഞ്ചറസ് ആയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതായത് ആക്രമണത്തിലേക്ക് നയിക്കുന്ന നല്ല പാസുകൾ നൽകാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. അറ്റാക്കിംഗ് തേർഡിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പാസിംഗ് അക്യുറസി വരുന്നത് 62% മുതൽ 72% വരെയാണ്. അതായത് ഫൈനൽ പാസുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ക്ലബിന് സാധിക്കാതെ പോകുന്നത്. ഇനി നാലാമത്തെ കാരണം, അത് അഡ്രിയാൻ ലൂണ, നോവ സദോയ് എന്നിവരുടെ അഭാവമാണ്. ഈ 2 താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിട്ടത് ക്ലബിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കാരണം നല്ല ക്രിയേറ്റിവിറ്റിയും ലീഡർഷിപ്പും ഗോൾ പങ്കാളിത്തങ്ങളും ഉള്ള താരങ്ങളായിരുന്നു ഇവർ. 2 പേരും പോയതോടുകൂടി നാച്ചുറൽ പ്ലേ മേക്കറുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിനകത്ത് വ്യക്തമാണ്. ഇനി അഞ്ചാമത്തെ കാരണം, വിദേശ താരങ്ങളുടെ മോശം പ്രകടനമാണ്. വിക്ടർ ബർത്തോമു ഒരു ഗോൾ നേടി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ISLൽ പ്രധാനമായും ഡിഫറൻസ് സൃഷ്ടിക്കുന്നത് വിദേശ താരങ്ങളാണ്. അവർ തിളങ്ങാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ഇനി ആറാമത്തെ കാരണം, പരിശീലകന്റെ പരീക്ഷണങ്ങളും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത സ്റ്റാർട്ടിംഗ് 11. ഓരോ മത്സരത്തിലും വ്യത്യസ്ത ഫോർമേഷനും വ്യത്യസ്ത സ്റ്റാർട്ടിംഗ് 11മാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റ്ല ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോഴും നല്ല ഒരു 11 കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. ഇനി ഏഴാമത്തെ കാരണം, പ്രതിരോധത്തിലെ അപാകതകൾ. ഒരുപാട് ഗോളുകൾ ഇതിനോടകം തന്നെ നമുക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. മത്സരത്തിലെ ബ്രേക്കുകൾക്ക് ശേഷം ശ്രദ്ധ നഷ്ടപ്പെടുന്നു. സെക്കൻഡ് ബോളുകൾ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അണ്ടർ പ്രഷറിലാകുന്ന സമയത്ത് പ്രതിരോധത്തിൽ പിഴവുകൾ വരുത്തി വെക്കുന്നു. ഇതൊക്കെയാണ് ഏഴാമത്തെ കാരണമായിക്കൊണ്ട് വരുന്നത്. ഇനി അവസാനത്തെ ഒരു കാരണം, പുതിയ താരങ്ങളുടെ അഡാപ്റ്റബിലിറ്റിയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ വലിയ അഴിച്ചുപണിയാണ് നടത്തിയിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെയെല്ലാം പറഞ്ഞു വിട്ട് പുതിയ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് വിദേശ താരങ്ങൾ എല്ലാവരും പുതിയ താരങ്ങളാണ്. അവർക്ക് ലീഗുമായി അഡാപ്റ്റ് ആവാൻ സമയം ആവശ്യമാണ്. ഇതുവരെ ആരും തന്നെ അവർ അഡാപ്റ്റ് ആയിട്ടില്ല എന്നുള്ളത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിനുള്ള 8 കാരണങ്ങളായിക്കൊണ്ട് ഇദ്ദേഹം എക്സിൽ ഇപ്പോൾ വിശകലനം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.